UDF സർക്കാരിന്റെ ബജറ്റിനെതിരെ കടുത്ത വിമർശനവുമായി മുൻ ആരോഗ്യമന്ത്രി. സൗജന്യ ചികിത്സയ്ക്കായി LDF സർക്കാർ വകയിരുത്തിയ തുകയേക്കാൾ 200 കോടി കുറവാണ് UDF വകയിരുത്തിയിരിക്കുന്നത് എന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണെന്ന് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. 25 കോടി രൂപ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി UDFന്റെ ഇലക്ഷൻ ഗ്യാരണ്ടിയായിരുന്നു. എന്നാൽ ബജറ്റിൽ ഇതിനായി നീക്കിവെച്ചിരിക്കുന്നതോ 10 കോടിയാണെന്നും വീണ ജോർജ് പറഞ്ഞു. ഇടത് സർക്കാർ കഴിഞ്ഞ 5 വർഷം 8700 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കാസ്റ്റ് കാർഡുള്ള ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഓരോ വർഷവും LDF നൽകി വന്നുവെന്നും മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. 42.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ആരോഗ്യ പരിരക്ഷാ കാർഡ് ഉണ്ടായിരുന്നത്. ഫെബ്രുവരിയിലെ ബജറ്റിൽ 900 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി LDF വകയിരുത്തിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ ബജറ്റ് അനുസരിച്ചാണെങ്കിൽ അവർ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 700 കോടി രൂപ. അതായത് LDF സർക്കാർ വകയിരുത്തുന്നതിനേക്കാൾ 200 കോടി രൂപ കുറവാണ്. 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകണമെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി ബജറ്റിൽ മാറ്റിവെക്കണം. അതുണ്ടായിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മുൻ സർക്കാർ നടപ്പിലാക്കിയിരുന്ന ആൻജിയോപ്ലാസ്റ്റി, സങ്കീർണ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ചികിത്സ ഉൾപ്പെടെയുള്ള ചിലവേറിയ ചികിത്സകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായകരമാകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി അട്ടിമറിക്കപ്പെടരുത്. സൗജന്യ ചികിത്സാ പദ്ധതി തുടരും എന്ന് മുഖ്യമന്ത്രി ഉറപ്പാക്കണമെന്നും മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇടത് സർക്കാരിന്റെ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തുന്നതിനേക്കാൾ കുറവാണ് UDF സർക്കാരിന്റെ ബജറ്റ് വിഹിതമെന്നും വീണ ജോർജ് പറഞ്ഞു.